ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി ഇതര കക്ഷികളോടെല്ലാം കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ അഭിപ്രായമാണ്. അർഹതപ്പെട്ട നികുതി വിഹിതവും നഷ്ടപരിഹാരവും ഗ്രാന്റും ഒക്കെയും വെട്ടിക്കുറച്ച സാമ്പത്തിക അസ്ഥിരത സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര നയങ്ങൾ ഫെഡറലിസം എന്ന തത്വത്തെ തന്നെ തകർക്കുന്നതായി മാറുന്നു. 17 സംസ്ഥാനങ്ങളുടെ ഒരു നയവും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ചിറ്റമ്മ നയവും സ്വീകരിക്കുന്ന കേന്ദ്ര നയത്തെ ഒരേ സ്വരത്തിൽ ഒരേ വികാരത്തിൽ രാജ്യം ചോദ്യം ചെയ്യുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാനും ഒരു കൂട്ടരുണ്ടായി. സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, ജനാധിപത്യത്തിൽ അതുണ്ടാകുകയും വേണം. പക്ഷേ കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി രാജ്യത്തിന്റെ പൊതുവികാരത്തോട് നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നാൽ അന്തിമമായി അതിന്റെ ഗുണഭോക്താക്കൾ ആരാകുമെന്നുള്ളത് കേരളത്തിലെ പ്രതിപക്ഷം മറന്നു പോകരുത്. വിവേചനങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്കാകില്ല എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ കൈകൾ കോർത്ത മുഷ്ടി ചുരുട്ടിയ ഒരു കൂട്ടം മനുഷ്യർ ജനാധിപത്യത്തിന്റെ ഉരുക്കുകോട്ട തീർത്തപ്പോൾ ഏത് സിംഹാസനവും ഒരിക്കൽ കുലുങ്ങുമെന്ന വാമൊഴി അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിഥികളായി ഡോക്ടർ ഷിജു ഖാൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ്, അഡ്വക്കേറ്റ് BG വിഷ്ണു BJP നേതാവ് എന്നിവരാണ്. വിഷ്ണു, കേരളം നിരന്തരം കള്ളം പറയുന്നു കേന്ദ്രം നൽകാനുള്ള തുകയിൽ എന്നുള്ളതാണ് നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നു പോലും പറഞ്ഞത്. ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നുമായി രാജ്യതലസ്ഥാനത്ത് കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ കേരളവും കർണാടകവും തമിഴ്നാടും ദില്ലിയും പഞ്ചാബും കശ്മീരും അങ്ങനെ എല്ലാവരും കള്ളം പറയുന്നു എന്നുള്ള നയം വാദം ഇനി നിങ്ങൾ ആവർത്തിക്കുമോ? NDAക്കെതിരെയുള്ള പ്രതിപക്ഷത്തൊരു സഖ്യമുണ്ട്, INDA സഖ്യം. INDA സഖ്യത്തിൻ്റെ ഭാഗമായ കക്ഷികളാണല്ലോ CPM-ഉം കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ളയും മഹാരാഷ്ട്രയിലെ ഉദ്ധവ് പക്ഷവും കർണാടകയിലെ കോൺഗ്രസും തമിഴ്നാട്ടിലെ സ്റ്റാലിനും AAP ഉള്ളവർ. അല്ലാതെ ഏതെങ്കിലും നിഷ്പക്ഷമായി നിൽക്കുന്നവരാണോ? അല്ലോ. വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന സഖ്യത്തിൻ്റെ ഒരു സമരം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു സമര നാടകം മാത്രമാണ്. കേരളത്തെയും ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെയുമെല്ലാം ഞെരുക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പ്രചരണം മാത്രമാണ് ഡൽഹിയിൽ ചെന്ന് മുഖ്യമന്ത്രി ചെയ്തത്. ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമൊക്കെ നവകേരള യാത്ര പോലുള്ള ദൂർത്തുകൾ ഒഴിവാക്കി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ നാട്ടിൽ അവതരിപ്പിച്ച് തനത് വരുമാനവും നികുതിയുമൊക്കെ വർദ്ധിപ്പിക്കുവാനും ഇവിടെ പിരിഞ്ഞു കിട്ടാനുള്ള നികുതിയുമൊക്കെ പിരിച്ചെടുത്തിരുന്നെങ്കിൽ, കൃത്യസമയത്ത് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾക്കാണ്. അതുകൊണ്ട് അവരുടെ ഭരണ മികവുമില്ലായ്മയും ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥതയുമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടം വാങ്ങി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തി സീറോ ആവാന്നല്ലാതെ യാതൊരുവിധ ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ നിന്ന് പോയ മന്ത്രിമാരും CPM-ന്റെ MLA-മാരും ഡൽഹിയിൽ പോയി തണുപ്പ് കൊണ്ടത് മാത്രം മിച്ചമാകുമെന്ന് ഞങ്ങൾക്ക് പറയാം. ഈ കേരളത്തിന്റെ ധനസ്ഥിതി ജനങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്തൊരു കാലയളവ് ഇതിനു മുൻപ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തുന്ന വാദങ്ങളുടെയൊക്കെ പൊള്ളത്തരം സാധാരണക്കാർക്ക് അറിയാം. നോക്കൂ വിഷ്ണു, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണല്ലോ നികുതി വിഹിതം എന്ന് പറയുന്നത്. കേന്ദ്രം കേരളത്തിന് നൽകുന്ന നികുതി വിഹിതം എത്രയാണ്? 1 രൂപ കേരളം കൊടുക്കുമ്പോൾ മടക്കി കൊടുക്കുന്ന വിഹിതം എത്രയാണ്? മറ്റുള്ള സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്താൽ വിഷ്ണു ആ കണക്കൊന്ന് പറയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ 1 രൂപ കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നതിനേക്കാൾ കുറച്ച് രൂപയാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ തിരികെ കിട്ടുന്നത്. അത് പല മാനദണ്ഡങ്ങൾ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ്. കേരളത്തെക്കാൾ കിട്ടുന്ന കുറവ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്ര അടക്കമുള്ളപ്പോൾ കേരളം നിയമത്തിനും ഇവിടെയുള്ള മാനദണ്ഡങ്ങൾക്കും അതീതമായി ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ലഭിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നടക്കില്ല. കേരളം എന്തെങ്കിലും കൂടുതൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിഷ്ണു പറഞ്ഞ നികുതി വിഹിതത്തിന്റെ കണക്ക് പല മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് ജനസംഖ്യയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ 15ാം ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം തീരുമാനിക്കുമ്പോൾ അതിന് ആധാരമാകുന്ന ഒരു മാനദണ്ഡം ജനസംഖ്യ. കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് നിലവിൽ കിട്ടുന്ന നികുതി വിഹിതം 15,120 കോടി രൂപയാണ്. ഏകദേശം കേരളത്തിന് അടുത്ത ജനസംഖ്യയുള്ള അസമിന് കിട്ടുന്നത് 25,544 കോടി. 4 കോടി ജനസംഖ്യയുള്ള ഒഡീഷയ്ക്ക് കിട്ടുന്നത് 36,977 കോടി. വിവേചനമില്ലേ?
അല്ല, അസമിന് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അസം കിഴക്കൻ സംസ്ഥാനമാണ്. കേന്ദ്ര സർക്കാർ, നമുക്കറിയാം, രാജ്യം സ്വതന്ത്രമായി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിൽ വളരെ പിന്നോക്കം പോയ സംസ്ഥാനങ്ങളാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാം മാത്രമല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെയുണ്ട്. അവിടെയൊക്കെ സാമൂഹ്യമായും സാമ്പത്തികമായും ഇപ്പോഴും വംശീയപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നിടത്ത് വലിയ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു പെട്രോൾ പമ്പ് പോലും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഏത് സംസ്ഥാനമാണെന്ന് ഞാൻ ഇപ്പോൾ ആ പേര് ഓർക്കുന്നില്ല, വന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത്രയ്ക്ക് സാമ്പത്തികമായി പിന്നോക്കവും സാമൂഹ്യമായി പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയും നിലനിരുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഗോത്രവർഗ മേഖലയിലേക്ക് രാജ്യത്തിൻ്റെ കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവന്നത് NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. അവിടെ വിവേചനം അവസാനിക്കപ്പെട്ടു. കിഴക്കൻ സംസ്ഥാനങ്ങളെയും കേരളത്തെയും നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാൻ സാധിക്കുമോ? മറ്റെല്ലാ കാര്യത്തിലും പറയുമല്ലോ കേരളമാണ് ഒന്നാം സ്ഥാനത്തെന്ന്. അതേ രീതിയിൽ വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തെ മറ്റ് ഒരു ചെറിയ സംസ്ഥാനത്തോടും കമ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ല? കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ രാഷ്ട്രീയമോ ഭരണമോ അവിടുത്തെ ഒരു കക്ഷിയോ ഒന്നും കേന്ദ്ര സർക്കാർ മാനദണ്ഡമാക്കിയിട്ടില്ല. അത് രാജ്യത്തിൻ്റെ ചില മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതെല്ലാം പരിഹരിക്കണമെങ്കിൽ സാമ്പത്തികമായ പ്രത്യേക സ്ഥിതികൾ അവിടെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിൻ്റെ ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ആ മേഖലയിൽ വിജയിച്ചിട്ടുമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ആകെ കടമെടുക്കാവുന്ന തുകയിൽ ഏറ്റവും ഒടുവിൽ ചോദിച്ച 7000 കോടി 7600 തുച്ഛമായ കുറച്ച് പൈസയും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഫിഗർ കൃത്യമായി ഓർക്കുന്നില്ല. അത് ചോദിക്കുമ്പോൾ അതിൽ 5600 കോടിയും വെട്ടിക്കുറയ്ക്കുന്നത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, ഈ പരിധികളൊക്കെ നിശ്ചയിക്കുന്നത് സാമ്പത്തിക മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ്. അത് രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല അസുത, എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ പരിമിതികളും അവരുടെ വരവ് ചിലവ് കണക്കുകളെല്ലാം കൃത്യമായി പരിശോധിച്ചാണ് കേന്ദ്ര സർക്കാർ നയം തീരുമാനിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയില്ല? നോക്കൂ, സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അത് നടക്കട്ടെ. നോക്കൂ, ഇങ്ങനെ വിഷ്ണു പറയുന്നതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരേ നയമാണെങ്കിൽ ഇപ്പോൾ ദില്ലിയിൽ പ്രതിഷേധമുയർത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒന്നുപോലെ കള്ളം പറയുന്നു എന്നുള്ളതാണോ കേന്ദ്രത്തിന്റെ വാദം? അല്ല അസുത, നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുതെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 60 ദിവസങ്ങൾക്കകത്തേ ഉള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായി ഒരു രാഷ്ട്രീയമായ ഐക്യം ചേർന്നിട്ടുള്ള കക്ഷികളാണ് CPM-ഉം CPI-യും AAP-യും ഈ പറയുന്ന മറ്റ് കക്ഷികളെല്ലാവരും. ഇവർ ഒരുമിച്ച് നിന്ന് പലതരത്തിലുള്ള സമരങ്ങളും പാർലമെന്റ് നടക്കുന്ന സമയത്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു ലാക്കം കൂടിയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ വരുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് കടന്നത്. അദ്ദേഹത്തിന് പറയട്ടെ എന്ന് പ്രഖ്യാപിച്ചു എന്നും ഈ സമരം എന്ന് പ്രഖ്യാപിച്ചു എന്നത് കൂടി വിഷ്ണു പറയണം. വാദങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അങ്ങ് പറഞ്ഞു. ഞാൻ ഒരു തരത്തിലുള്ള അന്യായമായ പല വാദങ്ങൾ ഞാൻ ഉയർത്തിയില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കട്ടെ. കേരളം എന്ന് പ്രഖ്യാപിച്ചതാണ് വിഷ്ണു. അപ്പോൾ അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ മറികടക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ അരി കഴിക്കുന്ന ആര് വിശ്വസിക്കും? അരിയാഹാരം കഴിക്കുന്ന ആര് വിശ്വസിക്കും? എന്നത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നോക്കൂ, പറഞ്ഞതിനൊക്കെ പൂർത്തിയാക്കി പോകണമല്ലോ സുധാ. അപ്പോൾ ഈ സമരം നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെയാണ് അന്വേഷണത്തിൻ്റെ കൃത്യമായ താരതമ്യത്തിലേക്ക് കടന്നത്. ഇപ്പോൾ എക്സാലോജിക്ക് കോടതിയിൽ പോയിരിക്കുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് ഞങ്ങൾക്ക് ബന്ധമില്ല. ഒരു സ്വകാര്യ വ്യക്തി കോടതിയിൽ പോയിരുന്നു. KSIDCയിൽ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് അറിയിച്ചപ്പോൾ അവിടെ അന്വേഷണം പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് അന്നേ ദിവസം വക്കീലിനെ അയച്ച സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ മടിയിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ പ്രചരണങ്ങൾ നടത്തുന്നത്. ശരി, വിഷ്ണു പറയുന്ന ആ വാദത്തിൽ ഒരു അടിസ്ഥാനമില്ല. കാരണം അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്നാണെന്നും ഈ സമരം പ്രഖ്യാപിക്കുന്നത് എന്നാണെന്നും ശരി, ജനങ്ങൾ തീരുമാനിക്കട്ടെ. വസ്തുത നോക്കൂ, ഇന്നിപ്പോൾ ഈ നടന്ന സമരത്തിൽ കശ്മീർ മുതൽ കേരളം വരെ ഒരേ വികാരത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടെ കേരളത്തിലെ പ്രതിപക്ഷം മാത്രം മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല അസിത, കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല, കശ്മീർ മുതൽ കേരളം വരെ ഒരേപോലെ എന്ന് പറയേണ്ട. അതിലുള്ളത് ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരും ഒരാൾ വീഡിയോ സന്ദേശത്തിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ്. സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം വരിഞ്ഞു മുറുകുന്നുണ്ട് എന്ന വാദം കോൺഗ്രസിനുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 2.92 നികുതി വിഹിതത്തിൽ നിന്ന് 1.92 കുറച്ചത് തെറ്റാണ്. തെറ്റു മാത്രമല്ല, അത് വലിയ കൊള്ളരുതായികയാണ് എന്ന വാദവും കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിക്കും ഉണ്ട്. എന്നാൽ ഈ 5 വർഷം മുമ്പ് കുറച്ച ഈ നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വാക്കും ഇടാത്തവർ
ഇതുവരെ ഒരു സംസ്ഥാനവും ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാത്തവർ പെട്ടെന്ന് ഒരു ദിവസം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു സമരവുമായി ഇറങ്ങി പുറപ്പെടുന്നത് ഇരട്ടത്താപ്പാണ് എന്ന നിലപാട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്. നോക്കൂ, ഇങ്ങനെ കേന്ദ്രത്തിന്റെ നയം കേരളത്തിനെതിരെ ഉണ്ടാകുന്നുവെന്ന് സർക്കാർ പറഞ്ഞു തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ആണോ വസന്ത? നമ്മൾ എന്തിനാണ് അതിൽ കളവ് പറയുന്നത് വസന്ത? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ദില്ലിയിൽ തന്നെ പറയുന്നു ഏകദേശം 1.5 വർഷത്തിലധികം കേന്ദ്ര സർക്കാരുമായി നേരിട്ടും അല്ലാതെ കത്തിടപാടിലൂടെയും ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഏറ്റവും ഒടുവിലാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതെന്ന് പറയുകയാണോ? കേൾക്ക്, അതിന്റെ ഉത്തരം ഞാൻ പറയാം. സർക്കാർ അഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ്, ആ കോൺഗ്രസ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. 20 ഒരു ധവളപത്രം, 22 കട്ടപ്പുറത്തെ കേരളം എന്ന് പറഞ്ഞ് 2ാമത്തെ ധവളപത്രം. ഈ നികുതി വിഹിതം അടക്കം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അവഗണനകൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 ധവളപത്രങ്ങളാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയത്. അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുണ്ട്. പാർലമെന്റിനുള്ളിൽ NK പ്രേമേന്ദ്രൻ 3 ചോദ്യങ്ങളും ഒരു അടിയന്തര പ്രമേയ നോട്ടീസുമായി തൃശൂർ MP ശ്രീ TN പ്രതാപനും അടക്കം ഈ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് UDF MPമാർ സംസാരിച്ചതിന്റെ ഭാഗമായാണ് 3000 കോടി കഴിഞ്ഞ ഏറ്റവും അവസാനമായി കേന്ദ്രം റിലീസ് ചെയ്യാൻ തയ്യാറായത്. അങ്ങനെ വിവിധ സമരമുഖങ്ങളിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു കേരളത്തിലെ സർക്കാർ? ഞങ്ങൾ ഈ സമരം തുടങ്ങിയത്, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയത് ഈ 5 വർഷക്കാലം മുമ്പ് തൊട്ടാണ്. ഇന്ന് പെട്ടെന്നൊരു ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു. ഇത് തന്നെയല്ലായിരുന്നോ ഗവർണറുടെ കാര്യത്തിൽ? ഗവർണർ 2 വർഷക്കാലം ബില്ല് പിടിച്ചു വെച്ചു. 2 വർഷക്കാലം കർണാടകവും ബംഗാളും സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കക്ഷി ചേരാനുണ്ട്, ഞങ്ങളും കോടതി പോവാ എന്ന് പറയുന്ന നിലപാട് തെറ്റാണ്. ഇത് ഇരട്ട നയമാണ്. കർണാടകയാണല്ലോ ആദ്യം സമരം പ്രഖ്യാപിച്ചത് കേരളമാണെങ്കിലും സമരം ആദ്യം നടത്തിയത് കർണാടകയാണല്ലോ. വസന്ത് പറയുന്ന അതേ തിയറിയാണോ കർണാടകയുടെ കാര്യത്തിലും വർക്കായത്? ഇല്ല, നെവർ അല്ലെന്നേ. കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ കർണാടക ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ സമരം നാഷണൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പറയുന്നത് 14ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും തമ്മിലുള്ള വലിയ അന്തരം കർണാടക സംസ്ഥാനത്തിന് ഉണ്ടായതുമായി ബന്ധപ്പെട്ട നമ്മൾ പറയുന്നത്, അതായത് കേരളത്തിന്റെ സർക്കാർ പറയുന്നത് 95-ലെ 10ാം ധനകാര്യ കമ്മീഷനെ ഇപ്പോഴത്തെ 15ാം ധനകാര്യ കമ്മീഷനും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. രണ്ടും തമ്മിൽ നോക്കൂ, ഈ ധനകാര്യ കമ്മീഷന്റെ വെട്ടിക്കുറവാണ് കർണാടകയുടെ സമരത്തിന് ആധാരം എന്ന് വസന്ത് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? അത് മാത്രമല്ല അത് പ്രധാനപ്പെട്ട ഘടകമായി വസന്ത് പറയുന്നു. ഇന്നലെ ഇപ്പോൾ നടന്ന സമരത്തിൽ നമുക്ക് നോക്കാം, കർണാടകയും കേരളവും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്ത് പോകാം. കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 4.71% കർണാടകത്തിന്റെ നികുതി വിഹിതം 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ 3.64% കുറയുന്നു. കറക്റ്റ് ആണല്ലോ അല്ലെ കണക്കുകൾ? അത് പ്രകാരം കർണാടകയ്ക്ക് ഉണ്ടാകുന്നത് 62,098 കോടിയുടെ നഷ്ടം. കർണാടകയുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആധാരമായി ഈ വിഷയം മാറുന്നുണ്ട്. വസന്ത് നോക്കൂ, സമാനമായ കാര്യം കേരളം ഉയർത്തുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? 14ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം 2.5% 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 3.8 ആയിരുന്നത് 2.5 കുറയുമ്പോൾ 18,000 കോടിയുടെ നഷ്ടം കേരളത്തിനും ഉണ്ടാകുന്നുണ്ട്. വസന്ത, കേരളത്തിനുണ്ടാകുന്ന നഷ്ടം കാണാതെ കർണാടകയെ നോക്കി വിലപിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് 54,000 കോടിയുടെ നികുതി വിഹിതം പോയി. അതായിരുന്നല്ലോ ആദ്യത്തെ വാദം, 54,000 കോടി ഉണ്ടെന്ന്. ഞാൻ പറയട്ടെ, 57,000 കോടിയുടെ വിഹിതത്തിലൊന്നും ഒരു ഡൗട്ടുമില്ല വസന്ത്. കണക്കുകളിൽ നോക്കൂ വസന്ത്, BJPയുടെ വാദം വേണമെങ്കിൽ ഞാൻ 57,000 കോടിയുടെ കണക്ക് വസന്തിന് കൃത്യമായി പറഞ്ഞു തരാം. ആ കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട് വസന്ത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇന്നിപ്പോൾ വസന്ത് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ദില്ലിയിൽ നടത്തിയ സമരത്തിൽ 57,000 കോടിയുടെ കണക്കല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പ്രിയ സുഹൃത്തൊന്ന് കേൾക്കൂ. 57,000 കോടി കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രത്തിന്റെ വിവിധ നയങ്ങൾ മൂലം നമുക്ക് നഷ്ടപ്പെട്ട തുകയാണ്. ആ തുക ഇനി കേരളം പ്രതീക്ഷിക്കുന്നില്ല, ഒരുപക്ഷെ പ്രതീക്ഷിക്കേണ്ടതില്ല. 12,000 കോടി GST കോമ്പൻസേഷൻ ആണ്. അതൊന്നും ഇനി കിട്ടുമെന്ന് കരുതുകയേ വേണ്ട. പക്ഷെ 57,000 കോടി ഫിഗറാണ്. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ ചർച്ചയിലടക്കം സ്റ്റേറ്റ് ഉന്നയിച്ചതാണ്. അതിന് പ്രതീക്ഷിക്കേണ്ടത് കൊണ്ടാണ് ആ ഫിഗർ ഇന്ന് ദില്ലിയിൽ പറയാതിരുന്നത്. വസന്ത, ഞാൻ പറയുന്ന അങ്ങ് കേൾക്കൂ. സുപ്രീം കോടതിയിൽ കേരളം എത്തിയിട്ടുണ്ടല്ലോ. സുപ്രീം കോടതിയിൽ കേരളം കൊടുത്തിരിക്കുന്ന ആ കേസിൽ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടാനുണ്ട്, അത് പിടിച്ചു മേടിച്ചു തരാൻ സഹായം ചെയ്യണം. അല്ലാതെ ഈ 57,000 കോടിയുടെ കണക്കൊന്നും സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞിട്ടില്ല. സീൽഡ് കവറിൽ കേന്ദ്രം തിരിച്ച്
ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരം പറയുന്നത് 8,000 കോടി രൂപ, അത്ര രൂപ മാത്രമാണ് ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ളത്. അത് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ വാദം സുപ്രീം കോടതി നടക്കില്ലേ, അത് നടക്കട്ടെ. രണ്ടാമതായി CNTG റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പില്ലേ. എല്ലാ കാലത്തും ധനകാര്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ വിശ്വസിക്കുന്നത് CNTG ആണ്. CNTG പറയുന്നത് എന്താ, 28,000 കോടി രൂപ വിത്തൗട്ട് ലിറ്റിഗേഷൻ ആണ്. കേസുകളിൽ പെടാത്ത 28,000 കോടി രൂപ, വിത്ത് ലിറ്റിഗേഷൻ 75,000 ആണ് കേട്ടോ. 28,000 കോടി രൂപ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുത്താൽ മാത്രം മതി, കേന്ദ്രത്തിന് മുമ്പിൽ നമുക്ക് നട്ടലിൽ നിവർത്ത് നിൽക്കാമെന്നേ, ഈ പ്രശ്നം തീരും. ആ 28,000 കോടിയിൽ 610 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ മാത്രം TOP ആണ്. എവിടെ നിന്നുള്ള ബാർ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള TOP 610 ആണ് ഒരു വർഷം. 726 കോടി രൂപ പിരിച്ചെടുക്കണം. എവിടെ നിന്ന്? കോറി മുതലാളിമാരിൽ നിന്ന്. ഇവരുടെയൊക്കെ മുമ്പിലേക്ക് നവകേരള സദസ്സ് അത് ഇത് എന്ന് പറഞ്ഞ് സ്പോൺസർഷിപ്പിന് ഇവിടുത്തെ GST ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് പിരിക്കാനുള്ള നികുതി പിരിച്ചെടുക്കേണ്ടവരെ പറഞ്ഞു വിടുന്നു. അപ്പം വ്യാപകമായ നികുതി ചോർച്ച അത് സംസ്ഥാനത്ത് ഉണ്ടാവുന്നുണ്ട്. അത് കേരളത്തിന്റെ കടുകാര്യസ്ഥനാണല്ലോ ഇതിൽ നിങ്ങൾ ആവർത്തിക്കുന്ന വാദം. ഇപ്പോൾ വസന്ത് പറയുന്ന കണക്കുകളുടെ ആധികാരികത എന്താണ്? നമ്മുടെ മുന്നിൽ ബജറ്റിന് മുൻപ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച സാമ്പത്തിക സർവേ നിയമസഭയുടെ മുന്നിൽ വന്നതാണല്ലോ അല്ലേ? അതിൽ ഈ കണക്കുകളൊക്കെയും പറയുന്നുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ ധനകാര്യ കെടുകാര്യസ്ഥതയാണെങ്കിൽ കേരളം വലിയ തകർച്ചയിലേക്ക് പോകണമല്ലോ. വസന്ത് പറയുന്നത് നികുതി വരുമാനത്തിൽ കുറവ് വന്നാണല്ലോ. എന്നാൽ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിൽ പറയുകയാണ് നികുതി വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടായി എന്ന് സ്റ്റേറ്റ് പറയുന്നു. നോക്കൂ വസന്ത, 2022-23 സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവും കടബാധ്യതയുടെ അനുപാതവും കുറഞ്ഞു എന്ന് സ്റ്റേറ്റ് പറയുന്നു. ഈ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് 1.42 ലക്ഷം കോടി രൂപയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. മുൻവർഷം അത് 2.89% വസന്ത. അപ്പോൾ ഈ സാമ്പത്തിക വർഷം നിങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള ഒരു ചെലവും ഈ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. 28,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്ന് പറഞ്ഞ ആധികാരികത CNTGയുടെ ആധികാരികതയാണ്. CNTG ആർക്കൊക്കെ വിശ്വാസമുണ്ടോ അവർക്കൊക്കെ ഈ ആധികാരികതയിലും വിശ്വാസം ഉണ്ടാവും. അടുത്ത ദിവസം കോടതി ഇത് പരിശോധിക്കുക തന്നെ ചെയ്യും. 2 രൂപ അധിക സെസ് പിരിച്ചല്ലോ. ഇതേ CNTG റിപ്പോർട്ടിന്റെ 6ാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞു 68% ഫണ്ടുണ്ടല്ലോ. ഈ 2 രൂപ അധിക സെസ് സർക്കാരിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എന്ത് ടാക്സ് പിരിവാണ് ഇവിടെ നടക്കുന്നത്? നികുതി വെട്ടിപ്പ്, ടാക്സ് സ്കേഡിംഗ് വളരെ കൃത്യമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യണ്ടേ? അത് പറയണ്ടേ? അത് പറയാതിരിക്കാൻ പറ്റുമോ? അതും പറയും. കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കും കൃത്യമായ സമരങ്ങളിൽ. കേന്ദ്ര അവഗണനയുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കേണ്ടത് GST കൗൺസിലാണ്. ആരാണ് കേരളത്തിന്റെ പ്രതിനിധി GST കൗൺസിലിൽ? അത് സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലനാണ്. ബാലഗോപാലൻ എത്ര തവണ ഈ കാര്യം ബന്ധപ്പെട്ട് GST കൗൺസിലിൽ സംസാരിച്ചിട്ടുണ്ട്? ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, നിരവധി തവണ GST കോമ്പൻസേഷൻ ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തുകൊണ്ട് ധനകാര്യമന്ത്രി നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാനാകുന്നില്ല വസന്ത്? അസിത കണ്ണടച്ചാൽ അസിതയ്ക്കും കൈരളിയുടെ കുറച്ച് കാണുന്നവർക്കെല്ലാം വെളിച്ചം പകരൂ. വസന്ത് പറയൂ. ധനകാര്യമന്ത്രി പലതവണ പറയുന്നു GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കണക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അടക്കം ചോദിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട് ധനകാര്യമന്ത്രി. GST കൗൺസിൽ മീൻസ് ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. ആ പബ്ലിക് ഡോക്യുമെന്റിനകത്ത് ഒരിടത്തും ഇല്ലാതെ പിന്നെ GST കൗൺസിലിൽ എവിടെ പോയാണ് ഇദ്ദേഹം സംസാരിച്ചത്? എല്ലാവരും ഉറങ്ങ ചായ കുടിക്കാൻ പിരിഞ്ഞ സമയത്തോ? GST കൗൺസിലിന്റെ മിൻസ് എന്ന് പറയുന്നത് പബ്ലിക് ഡോക്യുമെന്റ്. ആ പബ്ലിക് ഡോക്യുമെന്റിൽ ഇല്ല. പിന്നെ ധനകാര്യമന്ത്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉന്നയിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വാദം വസന്ത് മുന്നോട്ട് വെക്കുകയാണ്. ഷിജു ഖാൻ അല്പസമയത്തിനകം ചർച്ചയിൽ ചേരും. ആ വിഷയം നേരെ ഷിജു ഖാനിലേക്ക് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. ഞാൻ വിഷ്ണുവിലേക്ക് മടങ്ങിയെത്തുന്നു. വിഷ്ണു നോക്കൂ, ഇവിടെ ഇപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വസന്ത് ആവർത്തിച്ചു പറയുന്നത്. GST നഷ്ടപരിഹാര കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കേരളത്തിന് മാത്രം കിട്ടാനുള്ളത് 12,000 കോടിയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ഈ കുടിശ്ശിക നീട്ടണമെന്ന ആവശ്യം ദീർഘകാലമായി കേന്ദ്രത്തിന് മുന്നിലേക്ക് വെക്കുകയാണ്. എന്തുകൊണ്ട് ആ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നില്ല? അല്ല, GST കൗൺസിൽ തീരുമാനമെടുത്തപ്പോൾ കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണെന്നുള്ളത് കൗൺസിലിന്റെ തീരുമാനമാണ്. അല്ലാതെ അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 10 വർഷവും CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 5 വർഷവും എന്നല്ല അതിലുള്ള തീരുമാനം. പിന്നെ 14% കുറവുള്ള സംസ്ഥാനങ്ങൾക്കാണ് അതുമായി ബന്ധപ്പെട്ട ഈ വരുമാനത്തിൽ കുറവുള്ളവർക്ക് കൂടുതൽ നൽകാനുള്ള ഒരു തീരുമാനമുണ്ടായി. കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞത്, ചിന്തയിലടക്കം അന്നത് തോമസ് ഐസക് എഴുതിയത്, ഞങ്ങൾക്ക് ഇവിടുത്തെ വരുമാനം 20% മുകളിൽ വന്നു, പക്ഷേ ഞങ്ങൾക്കതിൽ കുറവാണെന്ന് കണക്കുകൾ പോലും ഒരിടത്ത് പോലും തോമസ് ഐസക് കൃത്യമായി പ്രതിപാദിച്ചിട്ടില്ല. ഇന്ന് നിർമ്മല സീതാരാമൻ കേരളത്തിനടക്കം മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്. 2004 മുതൽ 2014 വരെ കേരളത്തിന് കിട്ടിയ നികുതി വരുമാനം 46,303 കോടി രൂപ. 2014 മുതൽ 24 വരെ കിട്ടിയ നികുതി വിഹിതം 1,50,140 കോടി രൂപ, 224% വർധനവ്. ഇനി ഗ്രാൻറ്റുകൾ നോക്കാം. 2004 മുതൽ 2014 വരെ കിട്ടിയത് 25,629 കോടി രൂപ. 2014 മുതൽ 24 വരെ
1,43,117 കോടി രൂപ, 458% വർധനവാണ് NDA ഭരിക്കുന്ന കാലയളവിൽ കേരളത്തിന് ലഭിച്ചത്. മൂലധന നിക്ഷേപത്തിലുള്ള സഹായം 2020-21 82 കോടി രൂപ, 21-22 239 കോടി രൂപ, 22-23 1903 കോടി രൂപ, 20-21 1877 കോടി കോവിഡ് സഹായം. ഇങ്ങനെ ഓരോ വർഷവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിനുള്ള നികുതി വിഹിതവും മറ്റുമെല്ലാം വർദ്ധിച്ചിരിക്കുമ്പോൾ ഇത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ വെച്ചതാണ്. തെറ്റാണെങ്കിൽ എന്താ CPM അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാത്തത്? ആ വിഷയം വരട്ടെ. ഇന്ന് പാർലമെന്റിൽ ആ വിഷയം ധവളപത്രമായിട്ടാണല്ലോ മിനിസ്റ്റർ അത് അവതരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും. കണക്കുകൾ കൃത്യമായി ധനകാര്യമന്ത്രി പറയുമ്പോൾ CPM-ന് മറുപടി. 57,000 കോടി രൂപയുടെ കണക്കുകൾ നിർമ്മല സീതാരാമൻ പറഞ്ഞതിന് ശേഷം ഇന്നുവരെ അതുമായി ബന്ധപ്പെട്ട കോടിയുടെ കണക്കുകൾ നോക്കൂ. അത് വസന്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോയി. ഞാൻ അതിലേക്ക് വീണ്ടും രാഷ്ട്രീയമാണ്. ഇങ്ങനെ അന്തരീക്ഷത്തിലെ ഒരു കണക്ക് അന്തരീക്ഷത്തിലെ ഒരു കണക്കുമല്ല. ഷിജുഖാന്റെ അഭാവത്തിൽ ആ കണക്ക് ഞാൻ പറയാം. 2022 43,000 കോടിയായിരുന്ന കേന്ദ്ര റവന്യൂ സഹായം 2023 40,000 കോടിയായും വായ്പാ വരുമാനം 43,000 കോടിയായിരുന്നത് 23,000 കോടിയായും കുറഞ്ഞു. സംസ്ഥാനത്തിന് GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെ 12,000 കോടി, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ 20,000 കോടി, റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ 8,400 കോടി, നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയതോടെ 18,000 കോടി. ഇങ്ങനെയാണ് 58,000 കോടി എന്ന് പറയുന്ന എടുത്താൽ പൊങ്ങാത്തൊരു ബാധ്യതയിലേക്ക് ഒരു സംസ്ഥാനം എത്തുന്നത്. ഇനി അടുത്ത ചോദ്യം. ഇപ്പോൾ വിഷ്ണു പറഞ്ഞല്ലോ GST റിട്ടേണുമായി ബന്ധപ്പെട്ട കാര്യം. അത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ് 5 വർഷം. ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷേ വിഷ്ണു നോക്കൂ, GST റിട്ടേൺ അല്ലെങ്കിൽ GST കോമ്പൻസേഷൻ എങ്ങനെയാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത്? വിഷ്ണു, കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും എടുത്തു കൊടുത്തതാണോ? അല്ലല്ലോ. GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സെസ്സാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിഷ്ണുവിന് അറിയാമല്ലോ. ആ സെസ് പിരിച്ചിട്ടല്ലേ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത്? അതിൽ എതിർവാദമുണ്ടോ വിഷ്ണു? അല്ലേ, കേന്ദ്ര സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട പണം. അല്ല പറയട്ടെ, ചോദ്യം ചോദിച്ചാൽ പറയാനുള്ള അവസരമില്ലെങ്കിൽ ഞാൻ തുടർന്ന് ചോദ്യം പൂർത്തിയാക്കിയിട്ടില്ല വിഷ്ണു. അതിൽ ഒരു വാക്കിൽ മറുപടി ചോദ്യം പൂർത്തിയാക്കിയതിന് ശേഷം എന്നോട് ചോദിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കൂ, GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സെസ് അന്ന് ഏർപ്പെടുത്തിയിരുന്നു. ആ സെസ് ആണ് GST കോമ്പൻസേഷനായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം തുക നൽകിയിരുന്നത്. അതായത് കേന്ദ്രം കയ്യിൽ നിന്ന് നൽകുകയല്ല, GST കോമ്പൻസേഷൻ സെസ് പിരിച്ചു നൽകുന്നു. ഇപ്പോൾ വിഷ്ണു പറയുന്ന വാദം അനുസരിച്ച് 2022 GST കോമ്പൻസേഷൻ കാലാവധി കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സെസ് പിരിവ് നിന്നിരിക്കണമല്ലോ. ആ സെസ് പിരിക്കുന്നത് കേന്ദ്രമാണ്. ആ സെസ് പിരിവ് നിന്നിട്ടുണ്ടോ? അല്ല, സെസ് പിരിവ് കേന്ദ്ര സർക്കാർ നടത്തുന്നതല്ലേ. അതിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി നൽകേണ്ട സമയം വരെ കൃത്യമായി സംസ്ഥാനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന വാദം എന്താണ്? ഞങ്ങൾക്ക് നൽകുന്നില്ല. കേന്ദ്രം പറഞ്ഞ സമയം വരെയും കോവിഡ് അനന്തരം കുറച്ചുകൂടി ദീർഘിപ്പിച്ചും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷെ നൽകിയതിനു ശേഷവും പിന്നീട് നൽകുന്നില്ല എന്ന് പറയുന്ന അന്തരീക്ഷത്തിലുള്ള കണക്കിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വിഷ്ണു പരത്തി പറയില്ല, പോയിന്റിൽ നിന്ന് പോകും. ഈ GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യം സ്റ്റേറ്റും കേരള സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ല്ല, കേന്ദ്രവും ജനങ്ങളും തമ്മിലുള്ളതാണ്. GST കോമ്പൻസേഷൻ സെസ് നിങ്ങൾ പിരിക്കുന്നത് നിർത്തണമായിരുന്നു. ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 2022 ഇന്നും ആ GST കോമ്പൻസേഷൻ സെസ് നിങ്ങൾ പിരിക്കുകയാണ്. അതായത് പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം, GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകാനായി കേന്ദ്രം ഏർപ്പെടുത്തിയ സംവിധാനമാണ് GST കോമ്പൻസേഷൻ സെസ്. 2022 കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഈ തുക നൽകുന്നത് നിർത്തി. പക്ഷേ നമ്മളിൽ നിന്നും, പൊതുജനങ്ങളിൽ നിന്നും ആ തുക കേന്ദ്രം ഇപ്പോഴും പിരിക്കുന്നു. അതായത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന സേവനങ്ങളിലും GST കോമ്പൻസേഷൻ സെസ് നമ്മൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2022 എന്തേ വിഷ്ണു അത് നിർത്താതിരുന്നത്? അങ്ങനെയായിരുന്നില്ല മുൻപുണ്ടായിരുന്നത്? അധിക സെസ് ഏർപ്പെടുത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് എന്താണ്? ഇവിടെയുള്ള സുരക്ഷാ പെൻഷനുകളെല്ലാം ഞങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയും ഞങ്ങൾ കൃത്യമായി അത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പെട്രോളിയത്തിന്റെ സെസ് സംസ്ഥാനം നിർത്തിയോ? ഇവിടെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? കൃത്യമായി സെസ് പിരിക്കുന്നുണ്ടല്ലോ. സെസ് നിർത്തിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? കാടടച്ചൊന്നുമല്ല സിത, കൃത്യമായി കേരളത്തിൽ നിന്നുള്ള സെസ് പിരിച്ചിട്ട് അത് സംസ്ഥാന സർക്കാർ കേരളത്തിന് പെൻഷന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെസ് പിരിവ് നിർത്തിയിട്ടുണ്ടോ? ഞങ്ങൾ നികുതി പിരിക്കുന്നതിനെതിരല്ല, പക്ഷേ നികുതി പിരിച്ചത് ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് സംസ്ഥാനം ഇവിടെ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ശരി, നോക്കൂ വിഷ്ണു, ഇത് നോക്കൂ. GST നടപ്പിലാക്കുമ്പോൾ സ്റ്റേറ്റിന് നികുതി പിരിക്കാനുള്ള സംവിധാനമായാണല്ലോ മദ്യവും പെട്രോളും പുറത്തു നിൽക്കുന്നത്. അതിലാണല്ലോ പിന്നീട് കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാർ അധിക സെസ് ഏർപ്പെടുത്തുന്നത്. ആ വിഷയം പൊതുജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ GST കോമ്പൻസേഷൻ സെസ്സിന്റെ വിഷയം നമ്മളിപ്പോഴും, പൊതുജനങ്ങൾ ഇപ്പോഴും കേന്ദ്രത്തിന് പൈസ കൊടുക്കുന്നു. ആ പൈസ കേന്ദ്രം അതിന്റെ മേൽ അടയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി തിരിച്ചു നൽകുന്നില്ല.
നമ്മളിൽ നിന്നും ഇപ്പോഴും ഈടാക്കുന്നു? ആര് മറുപടി പറയും? അല്ല, സംസ്ഥാന സർക്കാർക്ക് കോമ്പൻസേഷനായി നൽകാവുന്ന സമയപരിധിയും കഴിഞ്ഞ് കോവിഡാനന്തരം കൃത്യമായി നൽകിയിട്ടുണ്ട്. വിഷ്ണു, ശരി, ഞാൻ സ്റ്റേറ്റിന് കൊടുക്കുന്നതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകാനായി ഏർപ്പെടുത്തിയ GST കോമ്പൻസേഷൻ സെസ് അത് 2022 തന്നെ നിർത്തും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ധാരണ. അതായത് 2022 വരെ സംസ്ഥാനങ്ങൾക്ക് GST കോമ്പൻസേഷൻ കൊടുക്കും. ആ GST കോമ്പൻസേഷൻ കൊടുക്കാനായി ഏർപ്പെടുത്തിയ സെസ് 2022 തന്നെ പിരിക്കുന്നത് അവസാനിക്കും. ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തുക നിർത്തിക്കഴിഞ്ഞും അതിന് പേരിൽ വീണ്ടും സെസ് പിരിക്കുന്നത് കൊള്ളയല്ലേ വിഷ്ണു? അല്ല, ഇതേ ചോദ്യം എന്താണ് അസിത സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാത്തത്? പെട്രോളിയം സെസ് ക്ഷേമ പെൻഷന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞവർ ഇതുവരെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തിട്ടില്ലല്ലോ. ഈ പണമെല്ലാം കേന്ദ്രം പിരിക്കുന്നത് പോകുന്നതൊന്നും നരേന്ദ്രമോദിയുടെ കൈകളിലേക്കോ BJPയുടെ കൈകളിലേക്കോ കേന്ദ്രത്തിന്റെ പൊതുഖജനാവിലേക്കാണ്. അദാനിയുടെ കൈകളിലേക്കായിരിക്കും. അല്ല, അദാനിയുടെ കൈ നമ്മൾ നികുതി കൊടുക്കുന്ന അദാനിയുടെ പോക്കറ്റിലാണോ പോകുന്നത്? അതോ കേന്ദ്ര സർക്കാരിന് കണക്കുകൾ വിവരാവകാശം ചോദിക്കൂ, ഇല്ലെങ്കിൽ പാർലമെന്റിൽ പോയി ചോദിക്കൂ. നിങ്ങൾക്ക് എംപിമാരുണ്ടല്ലോ ചോദിക്കാൻ. അപ്പോൾ ഇല്ലാത്തതെല്ലാം പറഞ്ഞ് അദാനിയുടെയും അംബാനിയും എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കെട്ടിക്കൊണ്ട് ചർച്ചയെ തെറ്റിക്കുക എന്നല്ലാതെ യാതൊരുമില്ല. കേന്ദ്ര സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ്. കൃത്യമായ കണക്കുകൾ ഇന്നും ധനകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. എന്തേ മറുപടി കൊടുക്കാത്തത്? എന്തേ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാത്തത്? കോൺഗ്രസിന്റെ കർണാടകയുടെ സംസ്ഥാനം പറഞ്ഞല്ലോ, അവർ ഇന്നലെ സമരം ചെയ്ത് അവിടെ ഇരുന്നിട്ട് വന്നല്ലോ. അവരുടേതായ കണക്കും ധനകാര്യമന്ത്രി കൃത്യമായി സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ധനകാര്യമന്ത്രി കൃത്യമായ കണക്കുകൾ വള്ളി പുള്ളി തെറ്റാതെ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ CPM-നും കോൺഗ്രസിനും ഉത്തരമില്ല. പക്ഷെ അവർക്ക് ഉത്തരം വേണ്ട, അവർ ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണ ഭാരതത്തിൽ എന്തൊക്കെയോ BJP ആസൂത്രിതമായി ചെയ്തു. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സമരം തന്നെയാണ്. വിഷ്ണു നോക്കൂ, ദില്ലിയും പഞ്ചാബും കശ്മീരും ദക്ഷിണ ഭാരതത്തിലാണോ? അല്ല, അവർ ഏത് സഖ്യത്തിലാണ്? അവർ NDA സഖ്യത്തിലോ NDA സഖ്യത്തിലോ INDA സഖ്യത്തിലോ പെടാതെ മാറി നിൽക്കുന്നവരല്ലോ. നിങ്ങൾ ഈ ദക്ഷിണേന്ത്യൻ വികാരമാണല്ലോ വിഷ്ണു അല്പം മുമ്പ് പറഞ്ഞത്. ദക്ഷിണേന്ത്യൻ വികാരത്തെ കുറിച്ചല്ലേ, ഇന്ത്യൻ സഖ്യത്തെ കുറിച്ചല്ലോ അല്ലേ? രണ്ടുമുണ്ടല്ലോ. INDA സഖ്യവും ഒരു വശത്ത് ദക്ഷിണ ഭാരതത്തെ ഞെരുക്കുമെന്നുള്ള പ്രചരണവും ഉണ്ട്. ഈ സഖ്യത്തിൽ പെടുന്നവരാണല്ലോ ഈ കക്ഷികൾ എല്ലാവരും. മുഖ്യമന്ത്രി വലിയ രീതിയിൽ പിന്തുണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ത്യ സഖ്യമാകുന്നു. ഇന്ത്യ സഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി പരിശോധിക്കപ്പെടണം. അതൊന്നും പറയാതെ ചർച്ച പൂർത്തിയാവില്ലല്ലോ. രണ്ടും ആനുപാതികമായി പരസ്പര പൂരകമായി കൊണ്ട് തന്നെയാണ് INDA സഖ്യം പ്രവർത്തിക്കുന്നത്. ശരി, ഷിജു ഖാൻ തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഷിജു ഖാൻ നോക്കൂ. ശരി, ഞാൻ ഷിജു ഖാനിലേക്ക് മടങ്ങിയെത്താം. വീണ്ടും വസന്തിലേക്ക് തന്നെ പോവുകയാണ്. വസന്ത്, ഈ GST കോമ്പൻസേഷൻ വിഷയത്തിലടക്കം ഇപ്പോൾ വസന്ത് പറയുന്നത് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വസന്ത് പറയുന്നുണ്ട്. ഷിജു ഖാൻ അല്പസമയത്തിനകം ചർച്ചയിൽ ജോയിൻ ചെയ്യും, നമുക്കത് ചോദിക്കാം. പക്ഷേ നോക്കൂ വസന്ത്, GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2022 ഇത് നിർത്തലാക്കുമെന്നുള്ളത് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ധാരണയാണ്. പക്ഷേ വസന്ത്, കോവിഡ് പോലെ നിപ്പ പോലെയുള്ള അപ്രതീക്ഷിത മഹാമാരി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അത് നീട്ടണം എന്നൊരാവശ്യം. അത് കേരളം മാത്രമല്ല വസന്ത്, എല്ലാ സംസ്ഥാനങ്ങളും മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അത് ന്യായമായ ആവശ്യമല്ലേ? സ്വാഭാവികമായും ന്യായമായ ആവശ്യമാണ്, അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. പക്ഷേ GST രൂപീകരിക്കുന്ന GST ആക്ട് തന്നെയാണ് 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം അവരത് നീട്ടിയിട്ടില്ല, ഒരു സംസ്ഥാനത്തിനും നീട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ പറഞ്ഞല്ലോ, ഈ 1.92 നിന്ന് 2.72 നിന്ന് 1.92 വെട്ടിക്കുറച്ച നികുതി വിഹിതവും GST കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാത്തത് അടക്കമുള്ള വിഷയങ്ങളും നമ്മുടെ പരിഗണനയിലുണ്ട്. അത് പ്രതിഷേധാർഹമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. 2, 400ഓളം GST ചോർച്ച തടയാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ മാത്രമുള്ളത്. എന്നിട്ടും GST നഷ്ടപ്പെടുന്നത്, GST ചോർച്ച പിടിച്ചെടുക്കാൻ കേന്ദ്ര ഏജൻസികൾക്കോ കേരളത്തിനോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നവും ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ കെടുകാര്യസ്ഥതയിൽ ദൂർത്തും മറച്ചു വെച്ചുകൊണ്ട് 5 വർഷം മുമ്പുണ്ടായ ഒരു ആക്ഷനെതിരെ ഇപ്പോൾ സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. സമരം വേണ്ട എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസിനില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ GST കൗൺസിലിൽ ഞങ്ങൾക്ക് പ്രതിനിധിയില്ല. അതുകൊണ്ടാണ് പാർലമെന്റിൽ TN പ്രതാപൻ അത് അടിയന്തര പ്രമേയമായും ശ്രീ കൊല്ലം MP അത് 3 തവണ വിവിധ ചോദ്യങ്ങളായും ഉന്നയിക്കുകയും ആ ചോദ്യങ്ങൾക്ക് നിർമ്മലാ സീതാരാമൻ ഉത്തരം പറയേണ്ടതായി വരികയും ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടി UDF MPമാർ പോകുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ പൊതുധന അവസ്ഥയെപ്പറ്റി 2 ധവളപത്രങ്ങൾ 2 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം വെളിയിലിറക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ വിഷയത്തിൽ
ഞങ്ങളുടേതായിട്ടുള്ള ഈ കേന്ദ്രത്തിന്റെ ഞെരുക്കലുമായി ബന്ധപ്പെട്ട ഞങ്ങളുടേതായിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുന്നുള്ളൂ. 2, ഇത്തരം സമരം പെട്ടെന്നൊരു ദിവസം ഒരു സ്വപ്നം കണ്ടെണീറ്റതുപോലെ ഇറങ്ങി പുറപ്പെടുന്നത് അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് ചോദ്യം. ആ സമരത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സമരം അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. സമരം തുടങ്ങേണ്ട സമയം പണ്ടേ കടന്നുപോയി. അന്നൊന്നും സമരത്തെ പറ്റി ഓർക്കാത്തവർ പെട്ടെന്നൊരു ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സമരം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് ആരോപണം. ആ രാഷ്ട്രീയ ഗിമ്മിക്കിന് നിന്നുകൊടുക്കാൻ കേരളത്തിലെ കോൺഗ്രസിന്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക്, കേരളത്തിലെ പ്രതിപക്ഷത്തിന് തൽക്കാലം സമയവും സൗകര്യവും ഇല്ല എന്നുള്ളതാണ്. ശരി, ഷിജു ഖാൻ, അവസാന ഭാഗം വസന്ത് പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് സമരത്തിൽ നിന്ന് മാറി നിന്നത്. ചർച്ചയുടെ ആദ്യ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നോക്കൂ, 5 വർഷം മുൻപ് മുതൽ ആരംഭിച്ച പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിങ്ങൾ സമരത്തിനിറങ്ങുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം. ഞാൻ അതുകൊണ്ട് 8 മണി മുതൽ തന്നെ ഈ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ യൂണിറ്റ് എത്താൻ അരമണിക്കൂറോളം വൈകിയത് കൊണ്ടാണ് ഈ ചർച്ചയുടെ 2ാം ഭാഗത്ത് മാത്രം പങ്കെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അർഹിക്കുന്ന സമയം ഈ ചർച്ചയിൽ ലഭ്യമാക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഫെഡറലിസത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങളിൽ ഒന്നാണ് ഇന്ന് ഡൽഹിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ ഒരു സമരം. ആ സമരം ഫെഡറലിസത്തെ സംരക്ഷിക്കാനും കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരായിട്ടുമുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. ആ സമരത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹിയുടെയും പഞ്ചാബിൻ്റെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നത്. അതോടൊപ്പം ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ആ സമരത്തിൽ പങ്കെടുത്തത്. അതോടൊപ്പം തമിഴ്നാട്ടിലെ സംസ്ഥാന മന്ത്രി ആ സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിൻ്റെ വളരെ സമാരാധ്യനായ നേതാവായിരുന്ന ശ്രീ കപിൽ സിബൽ നേരിട്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്നു. ആ സമരം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രസക്തമാണെന്ന് AICCയുടെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം മുസ്ലിം ലീഗും അടക്കം സമ്മതിക്കുന്നു. കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കേരളത്തിൻ്റെ ഈ സമരത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരായ സമരം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രീയം എന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ വളരെ ഗൗരവപൂർവം നാം പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കാനും ശ്വാസം മുട്ടിക്കാനും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തുടർച്ചയായ അവഗണന കേരളം അനുഭവിക്കുക. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ അംഗീകരിക്കപ്പെട്ട സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3 മുതൽ 3.5% വരെ വായ്പാ പരിധി നമുക്ക് ലഭ്യമാണ്. 3 മുതൽ 3.5% വരെ ന്യായമായ നിയമപരമായി തന്നെ 15ാം ധനകാര്യ കമ്മീഷൻ്റെ വ്യവസ്ഥകൾ പ്രകാരം നമ്മൾ അർഹരാണ്. പക്ഷേ ഇപ്പോൾ കിഫ്ബിയും സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനിയും അടക്കമുള്ളവയുടെ വായ്പകളെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ നിലയിലുള്ള നമ്മുടെ കടമെടുക്കൽ പരിധി കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നിയമപരമായ മറ്റ് നടപടികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ടത് ഏതാണ്ട് 12,000 കോടി രൂപയുടെ നഷ്ടം വാസ്തവത്തിൽ GST കോമ്പൻസേഷൻ എടുത്തു കളഞ്ഞതോടുകൂടി കേരളത്തിന് നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം നടപ്പ് സാമ്പത്തിക വർഷം തന്നെ 7,000 കോടി രൂപയുടെ നഷ്ടം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റവന്യൂ കമ്മി ഗ്രാൻഡിനത്തിൽ ഏതാണ്ട് 8,400 കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഈ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അതോടൊപ്പം വായ്പ മൂലധന ചെലവുകൾക്ക് വേണ്ടിയുള്ള വായ്പ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 3,000 കോടി രൂപ
നമുക്ക് അനുവദിക്കേണ്ടതുണ്ട്. NHMൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതാണ്ട് 600 കോടി രൂപ അനുവദിക്കേണ്ടതുണ്ട്. UGC ശമ്പള കുടിശ്ശിക ഇനത്തിൽ ഏതാണ്ട് 750 കോടി രൂപ നമുക്ക് അനുവദിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഭീമമായി നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയും നമുക്ക് ലഭിക്കേണ്ട അർഹമായ GST കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താണ് ഗവൺമെൻറ് കേരളത്തോട് കാട്ടുന്ന ഈ അവഗണനയുടെ അടിസ്ഥാനം, ഇത് ഞങ്ങൾക്ക് തുറന്ന് കാട്ടിയേ മതിയാവും. ഇപ്പോൾ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഏതാണ്ട് 3.89% നമ്മുടെ നികുതി വരുമാനം. അത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഏതാണ്ട് 1.92% കുറച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്നത് 3.89% നിന്ന് 1.92% എന്ന് പറഞ്ഞാൽ 18,000 കോടി രൂപയുടെ നഷ്ടമാണ്. ഈ നികുതി വരുമാനത്തിൽ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി കുറവുണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് 18,000 കോടി രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ GST കോമ്പൻസേഷൻ 12,000 കോടി രൂപയാണ്. റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് 8,400 കോടി രൂപയാണ്. അപ്പോൾ വിവിധങ്ങളായ വായ്പകൾ നിഷേധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് വായ്പ നിഷേധിക്കാനുള്ള അടിസ്ഥാനം? കടമെടുപ്പ് പരിധി എങ്ങനെ വെട്ടിക്കുറയ്ക്കും? അപ്പോൾ പറയുന്നത് കിഫ്ബിയുടെയും അതോടൊപ്പം പെൻഷൻ ബോർഡിൻ്റെയും വായ്പകളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വായ്പയായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന വായ്പ കടപരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. ഞാൻ അങ്ങോട്ട് BJPയോട് ചോദിക്കുന്നത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അവരുടെ വായ്പകളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ പെടുത്തുന്നില്ലല്ലോ. കേരളത്തിൻ്റെ കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും പിന്നെ ഈ കടമെടുപ്പിൻ്റെ പരിധിയിൽ പെടുത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും FCIയുടെയും വായ്പകളെ കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധിയുടെ ഭാഗമായി കണക്കാക്കുന്നില്ല. ഇനി മറ്റൊരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കാൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അഭാവത്തിൽ ഷിജുഖാൻ ഇപ്പോൾ പറഞ്ഞ കണക്കുകളൊക്കെ ഞാൻ പറയുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ വസന്ത് പ്രധാനപ്പെട്ട 2 ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ 2 ഗുരുതരമായ ആരോപണങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു സ്റ്റേറ്റിനെതിരെ. അതിൽ ഒന്ന്, ഈ GST റിട്ടേണുമായി ബന്ധപ്പെട്ട വിഷയം ധനകാര്യമന്ത്രി ഒരിക്കലും GST യോഗങ്ങളിൽ, GST കൗൺസിലിന്റെ യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേതായിട്ട്, നികുതി പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനത്ത് വലിയ പോരായ്മയുണ്ടാകുന്നു. അങ്ങനെ നികുതി വിഹിതത്തിൽ പ്രത്യേകിച്ച് GST ഒക്കെ പിരിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ച സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതാണ് ഈ കടം ഇത്രമേൽ ഉയരാൻ കാരണം എന്നുള്ളതാണ്. ഗുരുതരമാണ് 2 ആരോപണങ്ങൾ. അല്ല അസിത, ഈ ചർച്ചയുടെ 1ാം ഭാഗത്ത് എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, യൂണിറ്റ് വരാൻ വൈകിയത് കൊണ്ടാണ്. അതുകൊണ്ട് 1ാം ഘട്ടത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്തു. അതുകൊണ്ട് CPIMൻ്റെ ഭാഗമായിട്ട് ഈ അഭിപ്രായം എനിക്ക് പറഞ്ഞു തീരൂ അസിത, അത് പറഞ്ഞു തീരൂ. നിങ്ങൾ CPIMൻ്റെ അഭിപ്രായം ഈ ഘട്ടത്തിൽ എനിക്ക് പറഞ്ഞു തീരൂ. ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. അതുകൊണ്ട് ബസന്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല, ഈ വിഷയത്തിൽ ഇന്ന് ഡൽഹിയിൽ നടന്ന സമരത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും പറയേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 2, ഈ സമരത്തെ AICC തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ അസിത. ബസന്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണെങ്കിൽ AICC സമരത്തെ തള്ളി പറഞ്ഞിട്ടില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് AICCയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാട് ഉണ്ട് എങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത്തരം സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. കർണാടക സമരം ചെയ്തല്ലോ. കർണാടകയുടെ സമരവും പ്രസക്തമല്ലെന്നാണോ KPCCയുടെ നിലപാട്? കർണാടകയുടെ സമരവും പ്രസക്തമാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ സമരം പ്രസക്തമാണെന്ന് കർണാടക സംബന്ധിച്ചത് അങ്ങനെയല്ല എന്നാണ് വസന്ത് പറയുന്നത്. അല്ല, ഞാൻ അതിലേക്ക് ദേവിത അല്ലല്ല അസിത, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ അതിലേക്ക് ഇനി അടുത്ത കാര്യം എന്താ ഇവിടെ പറഞ്ഞത്, കേരളത്തിൽ എന്തോ വലിയ ഞാൻ ഇക്കാര്യത്തിൽ നിങ്ങൾ വ്യക്തത വരുത്തണം. AICCയുടെ നിലപാടാണോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ഒരു സമരത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട്, അതോ VD സതീശന്റെ നിലപാടാണോ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഈ വിഷയത്തിൽ? DK ശിവകുമാറിനെ പോലുള്ള ആളുകൾ നോക്കൂ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പോലും മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ന്യായമാണ് കേരളത്തിന്റെ ആവശ്യങ്ങളെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു.
മടങ്ങി വരാം, വസന്തയിലേക്ക് മടങ്ങി വരാം. വിഷ്ണു, നോക്കൂ, ഇപ്പോൾ ഷിജു ഖാൻ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായ തുകയുടെ വെട്ടിക്കുറവ് എന്തുകൊണ്ടത് കേരളം പോലെയുള്ള സംസ്ഥാനത്തിനെതിരെ ഇത്രമേൽ ഭീകരമായി ഉണ്ടാകുന്നു, അതാണ് ഇങ്ങനെ സമരത്തിലേക്ക് ഒരു സ്റ്റേറ്റിനെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളൊരു ബാങ്കിലേക്ക് ചെന്നിട്ട് ബാങ്കിൽ ഒരു 50 ലക്ഷം രൂപ ലോൺ ചോദിച്ചു, ചുരുക്കി പറയുകയാണ്. ബാങ്ക് ഒരു 25 ലക്ഷം രൂപ അനുവദിച്ചു. പറയുകയാണ് ബാങ്ക് ഞങ്ങളുടെ വായ്പ നിഷേധിച്ചു, 25 ലക്ഷം രൂപ നിഷേധിച്ചു എന്ന് പറയുന്നത് പോലെ ബാങ്കിന് മാനദണ്ഡങ്ങളിൽ പെട്ടത് മാത്രമല്ലേ ലോൺ അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയൂ. നമ്മളെല്ലാവരും ബാങ്കിൽ പോകുന്നവരാണല്ലോ. അപ്പോൾ ബാങ്ക് ഒരു മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പണം നൽകിയിട്ട് ബാക്കി കൊടുക്കാത്ത 25 ലക്ഷം അത് ഞങ്ങളുടെ നിഷേധമാണ്, ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നത് പോലെയാണ് CPM പറയുന്നത്. CPMന് സംസ്ഥാനത്തിന് അർഹമായത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൃത്യമായ പണം ലഭിച്ചിട്ടുണ്ട്, കണക്കുകൾ കൃത്യമായ സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. എത്രയോ പ്രാവശ്യം ധനകാര്യമന്ത്രി തന്നെ വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, കേരളം കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല, കേരളത്തിന് പല കാര്യത്തിലും കെടുകാര്യസ്ഥ ഉണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാനത്തിന് അർഹമായ നീതി നിഷേധിക്കുന്നെങ്കിൽ 65,000 കോടി രൂപയുടെ ദേശീയപാത വികസനമാണ് കേരളത്തിലുണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണല്ലോ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നിട്ട് പോയത്. 7,000 കോടി രൂപയുടെ വികസനമാണ് ഷിപ്പ്യാർഡിൽ പ്രഖ്യാപിച്ചത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണല്ലോ ഗ്യാപ് വൈബിലിറ്റി ഫണ്ട് ഉൾപ്പെടെ നൽകി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്. 50 വർഷക്കാല LDFും UDFും UPAയും ഒക്കെ മാറി മാറി ഭരിച്ചപ്പോൾ പോലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയത്. യാഥാർത്ഥ്യമാക്കിയത് NDA സർക്കാർ വന്നതിന് ശേഷമാണ്. കേരളത്തിലടക്കം വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാലിലൊരു മുള്ളു കൊള്ളുമ്പോഴും വേദനയുണ്ട്, കണ്ണുനീർ വരുന്നത് കണ്ണിൽ നിന്നാണ്, അതൊരു ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നു. ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വികസന പ്രവർത്തനം മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനങ്ങളോടും BJP അവഗണന കാട്ടിയിട്ടില്ല, കാണിക്കുകയുമില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വികസനം, ഭാരത് മാല പദ്ധതി വഴി മുഴുവൻ ദേശീയപാത വികസനം, അത് കേരളത്തിൽ മാത്രമോ കർണാടകത്തിൽ മാത്രമോ ഗോവയിലോ മഹാരാഷ്ട്രയിലോ മാത്രമല്ല, രാജ്യമെമ്പാടും ദേശീയപാത വികസിക്കുന്നു. പുതിയ എയർപോർട്ടുകൾ വരുന്നു, പുതിയ കപ്പൽശാലകൾ വരുന്നു, തുറമുഖങ്ങൾ വരുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനത്തെ ഒരു മുത്തുമണികൾ ചേർത്തൊരു മാലയുണ്ടാക്കുന്നത് പോലെ കോർത്തിണക്കിയാൽ മാത്രമേ രാജ്യത്തിന് വികസനം ഉണ്ടാകൂ. പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. വസന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ വസന്ത്, ഷിജു ഖാൻ ഉന്നയിച്ച ചോദ്യം കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ കേരളത്തിന്റെ ആവശ്യം സമരം ന്യായമാണ് എന്ന് പറയുന്നു, പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം അത് അങ്ങനെയല്ല എന്ന് പറയുന്നു. ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് രണ്ട് നിലപാടുണ്ടാകുന്നത്? അല്ല, മല്ലികാർജ്ജുന ഖാർഗെ AICC പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ സമരം ന്യായമാണെന്നില്ല. ഇന്നലെ നോക്കൂ, കേരളം അടക്കമുള്ള കർണാടക അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സമരവുമായി വരുന്നു. എന്താണ് നിങ്ങളുടെ നിലപാട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KPCC നേതൃത്വം വളരെ കൃത്യമായി ഇവിടുത്തെ ധനകാര്യ മിസ്മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ AICC നേതൃത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്, അത് ബോധിപ്പിക്കുകയും ചെയ്യും. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു സംശയം വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം ഞെരുക്കുന്നുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. 2, ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ടാക്സ് വിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൃശൂർ MP TN കൊല്ലം MP അടക്കമുള്ളവർ വിവിധ ഘട്ടങ്ങളിൽ, ശ്രീ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MPമാർ വിവിധ ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നത്, അടിയന്തര പ്രമേയമായതിനെ കൊണ്ടുവരുന്നത്. ഇന്ന് പോലും ശൂന്യവേളയിൽ തൃശൂർ MP ശ്രീ TN വളരെ കൃത്യമായി ചോദ്യം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആരിഫ് ഈ ചോദ്യം ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന്റെ, നിങ്ങളുടെ മുന്നണിയിലെ MPമാർ 2 പേരുണ്ടല്ലോ, ഒന്ന് ജോസ് കെ മാണിയും പിന്നെ കോട്ടയം MPയും ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ഈ ചോദ്യം ചോദിക്കാൻ തോന്നിക്കാത്തത്? അപ്പോ ചെയ്യേണ്ട ചാനലുകളിൽ, പ്രതിഷേധം അറിയിക്കേണ്ട ഫസ്റ്റ് ചാനലുകളിൽ നിങ്ങൾ അത് അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അത് അറിയിക്കാതെ സമരം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കുമായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട കാര്യം കേരളത്തിലെ കോൺഗ്രസിനില്ല. വിഷ്ണു പറഞ്ഞ വാദത്തിനും വസന്തനും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ധനകാര്യ മാനേജ്മെന്റിൽ കേരളത്തിന് എന്തോ വലിയ പോരായ്മ സംഭവിച്ചു എന്ന് ഇവിടെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ധനകാര്യ മാനേജ്മെന്റിന് പാളിച്ച സംഭവിച്ചുവെങ്കിൽ കേരളത്തിൽ ട്രഷറി പൂട്ടേണ്ടി വന്നോ? ഒരു ദിവസമെങ്കിലും ട്രഷറി പൂട്ടാതെ ശമ്പളം, പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ
നടപ്പ് സാമ്പത്തിക വർഷം ഇത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ നിലപാടുകൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായി. ഇനി ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. വിഷ്ണു ആണെങ്കിൽ പിന്നെ ബസന്ത് ആണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ബസന്തേ പറഞ്ഞോളൂ ഷിജുഖാൻ. അസുദ, എനിക്ക് സംസാരിക്കാമോ? ഉറപ്പായിട്ടും പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ബസന്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾ പറയുന്നു മിസ്മാനേജ്മെൻ്റ് ആണ്. 2021-22 47,000 കോടി രൂപയായിരുന്ന GST വരുമാനം 22-23 70,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞു. 21-22 അപേക്ഷിച്ച് 22-23 എത്തുമ്പോൾ 23,000 കോടി രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏതാ? GSTയുമായി ബന്ധപ്പെട്ട് മാത്രം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ കടമെടുപ്പിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞല്ലോ. പിന്നെ കോൺഗ്രസിൻ്റെ BJPയുടെ പ്രതിനിധി പറയുന്നത് ഞങ്ങൾ ഇവിടെ രാജ്യത്ത് വികസനം കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളം ദേശീയപാത വികസനത്തിന് വേണ്ടി 5,500 കോടി രൂപയാണ് ദേശീയപാത വികസനത്തിൻ്റെ സ്ഥലമേറ്റെടുക്കലിന് കൊടുത്തത്. ഞാൻ ശ്രീ വിഷ്ണുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഭരിക്കുന്ന ഗുജറാത്ത് എത്ര രൂപ കൊടുത്തു ദേശീയപാത വികസനത്തിന്? നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്ര എത്ര രൂപ കൊടുത്തു? നിങ്ങൾ ഭരിക്കുന്ന ആസാം എത്ര രൂപ കൊടുത്തു? ഈ കേരളത്തിൻ്റെ ദേശീയപാതയുടെ ഏതാണ്ട് വലിയ നിലയിൽ, അതിനേക്കാൾ വലിയ നിലയിൽ ദേശീയപാത വികസിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായ ഉത്തർപ്രദേശ് എത്ര രൂപ കൊടുത്തു? അങ്ങ് ഈ ചർച്ചയിൽ പറയണം. അങ്ങും വിഷ്ണുവും ഞാനും അസിതയും ബസന്തും ഒക്കെ അടങ്ങുന്ന ഈ കേരളീയ സമൂഹം ഈ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് 5,500 കോടി രൂപ ദേശീയപാത വികസനത്തിന് കൊടുക്കുമ്പോൾ BJP ഭരിക്കുന്ന ഏത് സംസ്ഥാനമാണ് വിഷ്ണു ഈ നിലയിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി പണം മാറ്റിവെച്ചത്? നിങ്ങളൊന്ന് ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ വെറുതെ ദേശീയപാത വികസനം വരികയല്ല, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് രാജ്യം മുഴുവൻ ദേശീയപാത വികസിപ്പിക്കണമല്ലോ. അതിനുവേണ്ടിയാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണെങ്കിലും രാജ്യത്ത് ഭരിക്കുന്ന അതിനു വേണ്ടിയല്ലേ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്, രാജ്യത്തെ മൊത്തം ചെലവിൻ്റെ 62.4%, അസദ, മൊത്തം ചെലവിൻ്റെ 62.4% സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് വഹിക്കുന്നത് രാജ്യത്തെ മൊത്തം ചെലവിൻ്റെ. എന്നാൽ മൊത്തം വരുമാനത്തിൻ്റെ 62.7% കേന്ദ്ര സർക്കാർ കൈയടക്കിയിരിക്കുകയാണ്. മൊത്തം വരുമാനത്തിൻ്റെ 62.7%. ഏതാണ്ട് പിന്നെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് 37% മാത്രമാണ് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ചെലവ് സംസ്ഥാനങ്ങളുടെ തലയിലിരിക്കട്ടെ, വരവ് കേന്ദ്രം കൈയാളും. ഈ നിലപാട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തത് മൊത്തം വരുമാനത്തിൻ്റെ, നിങ്ങൾ മനസ്സിലാക്കണം, 2020-21 സാമ്പത്തിക വർഷം 44% വരുമാനം എന്ന് പറയുന്നത് കേന്ദ്രവിഹിതമാണ്. നമ്മുടെ സംസ്ഥാനത്ത് 44% വിഹിതം കേന്ദ്ര വിഹിതമാണ്. 56% ഞാൻ മടങ്ങിയെത്താം. വിഷ്ണു നോക്കൂ, അതിൽ ഇപ്പോൾ ഷിജുഖാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ വരാം. പറയൂ. കേരളത്തിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാത വികസനത്തിന് വേണ്ടി മുഴുവൻ പണവും ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ നിശ്ചയിച്ച സ്ഥലമേറ്റെടുപ്പിൽ കൃത്യമായ ഓരോ തുക ഓരോ സംസ്ഥാന അടിസ്ഥാനത്തിൽ, ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിൽ പൊതുവിപണിയേക്കാൾ കേന്ദ്രം നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ തുക ഉണ്ടായത് മാത്രമാണ് സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടുള്ളത്. അത് ഏതാണ്ട് 5,580 കോടി രൂപ. ഇനി മറ്റ് സംസ്ഥാനങ്ങൾ നോക്കാം. ഹരിയാന ചെലവഴിച്ചിട്ടുള്ളത് 3,114 കോടി രൂപ. ഉത്തർപ്രദേശ് ചെലവഴിച്ചിട്ടുള്ളത് 2,301 കോടി രൂപ. ബീഹാർ 733 കോടി രൂപ. ഡൽഹി 654
കോടി രൂപ, കർണാടക 276 കോടി രൂപ, തമിഴ്നാട് പറയട്ടെ 235 കോടി രൂപ. ഒരു മിനിറ്റ് ഇതിന്റെ ഈ തുകയുടെ ആധാരം എന്താണെന്നാണ് പറഞ്ഞത്? ഈ സ്റ്റേറ്റുകൾ ചെലവഴിക്കുന്ന തുക. സംസ്ഥാനത്തെ റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കേന്ദ്രം ഒരു തുക നിശ്ചയിച്ചിട്ടുള്ളതും അതിൽ കൂടുതൽ ചില കേരളത്തിൽ അറിയാം സ്ഥലങ്ങൾക്ക് വളരെ വില കൂടുതലായിട്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുപ്പിന് വേണ്ടി മാത്രമാണ് സംസ്ഥാന സർക്കാർ പണം ചിലവഴിച്ചിട്ടുള്ളത്. അല്ലാതെ ദേശീയപാത നിർമ്മിക്കാൻ ഒരു സംസ്ഥാനവും പണം ചിലവഴിച്ചിട്ടില്ല. വിപണി വിലയേക്കാൾ കൂടുതൽ എല്ലാ സംസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള സ്റ്റേറ്റിന്റെ വലിപ്പവും ജനസംഖ്യയുടെ അനുപാതവും ഒക്കെയും കണക്കാക്കുമ്പോൾ ഈ കേരളം ചെലവഴിച്ച 5000 കോടിയിലും കുറവാകുന്നുണ്ടല്ലോ ഉത്തർപ്രദേശ്. അതെങ്ങനെയാണ്? അല്ല, അത് സംസ്ഥാനത്തിന്റെ വലിപ്പവും ജനസംഖ്യയുടെ എണ്ണവും അവരുടെ വരുമാനവും നോക്കിയിട്ടില്ലല്ലോ. കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കേരളത്തിന് ഒരു ഷർട്ട് വാങ്ങിക്കാൻ 800 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ അത് മാനുഫാക്ചർ ചെയ്തെടുത്താണെങ്കിൽ ചിലപ്പോൾ 500 രൂപ കൊടുത്താൽ മതി. പൊതുവിപണിയിലെ സ്ഥലത്തിന്റെ വിലക്കനുസരിച്ച് ദേശീയപാത കടന്നു പോകുന്നിടത്തെ വില അനുസരിച്ച് നമുക്കറിയാം കേരളത്തിലെ ദേശീയപാതകളെല്ലാം കേരളം ഒരു ലെങ്തി സ്റ്റേറ്റ് ആയതുകൊണ്ട് പലയിടത്തും നഗരമധ്യങ്ങളിൽ കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ സ്ഥലത്തിന് വില കൂടുതലുള്ള പ്രദേശത്ത് കടന്നുപോയതിനേക്കാൾ കൂടുതൽ ചിലവ് തുകച്ചിട്ടുണ്ട്. ഇതല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അത് മറ്റ് സംസ്ഥാനങ്ങളും ചിലവഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് അതല്ല. ഈ സംസ്ഥാനത്തിന്റെ ഒരു വലിപ്പമുണ്ടല്ലോ. ഇപ്പോൾ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഭൂമിയുടെ വിലയൊക്കെ വിഷ്ണു പറഞ്ഞത് ഓക്കെ, എനിക്കിത് കൃത്യമായിട്ട് അറിയില്ല ഉത്തർപ്രദേശിലെ ഭൂമിയുടെ വിലയൊന്നും. എങ്കിൽ പോലും ഒരു ന്യായമായ ഒരു യുക്തി ഉണ്ടല്ലോ. സംസ്ഥാനത്തിന്റെ വലിപ്പം നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട് എത്ര സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടാകും എന്നൊരു യുക്തി ഉണ്ടല്ലോ. അപ്പോൾ ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. അത് വാദത്തിൽ തർക്കിക്കാനല്ല. ജിയോഗ്രാഫിക്കലി കേരളത്തിന്റെ എങ്ങനെയാണ് കേരളം ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശിന്റെ എങ്ങനെയാണ് അത് ജിയോഗ്രാഫിക്കലി ദേശീയപാത വരുമ്പോൾ ഇരിക്കുന്നത് അറിയാം. കേരളത്തിൽ ദേശീയപാതയ്ക്ക് ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് മുതൽ ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന അതേ നീളം കർണാടക വരെ എത്തുമ്പോൾ 2 സംസ്ഥാനങ്ങളെ കവർ ചെയ്തെത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡ് വന്നല്ലോ. അപ്പോൾ എന്താ കേന്ദ്ര സർക്കാർ പറഞ്ഞല്ലോ, സംസ്ഥാനം ഒരു പണവും ചെലവഴിക്കേണ്ട, അത് മുഴുവനായി കേന്ദ്രം തന്നെ ചിലവഴിച്ചു കൊള്ളാമെന്ന് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി പറഞ്ഞല്ലോ. കഴിഞ്ഞ പൊതുമരാമത്ത് മന്ത്രിയായ ജി സുധാകരൻ പറഞ്ഞല്ലോ, കേരളം മുമ്പോട്ട് വെച്ച എല്ലാ പദ്ധതികളും കൃത്യമായി പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേന്ദ്രത്തിൽ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ളതെന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു. കേരളത്തിൽ ഇവിടെ വന്ന് കേരളത്തെ അഭിനന്ദിച്ചതും നമ്മൾ പറഞ്ഞിട്ടില്ല. മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോകണം വിഷ്ണു. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണല്ലോ. അല്ല പറയട്ടെ, അങ്ങനെ പറഞ്ഞു പോയല്ലേ. എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നു. അത് പരിഹരിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ നേരിട്ട് വന്ന് സ്ഥലമേറ്റെടുക്കും. ആ വിഷയം കഴിഞ്ഞല്ലോ. അത് ഷിജു ഖാന്റെ ചോദ്യമായിരുന്നു. വിഷ്ണു അതിനുള്ള മറുപടി പറയുന്നു. നോക്കൂ, മറ്റൊരു വിഷയം ഷിജു ഖാൻ ഉന്നയിക്കുന്നത് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റേറ്റിന്റെ കടമെടുപ്പ് പരിധി കണ്ടമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് കേന്ദ്രം എന്നുള്ളതിൽ സംശയമില്ല. അതിന് ആധാരമായി പറയുന്നത് ധനക്കമ്മിയാണ്. പക്ഷേ വിഷ്ണു നോക്കൂ, ഈ ബജറ്റിൽ, അതായത് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം വന്ന കേന്ദ്ര ബജറ്റിൽ വരുന്ന സാമ്പത്തിക വർഷം കേന്ദ്രത്തിന്റെ ധനക്കമ്മിയായി നിർമ്മലാ സീതാരാമൻ പ്രതീക്ഷിക്കുന്നത് 5.1% ധനക്കമ്മിയാണ്. സംസ്ഥാനത്ത് അത് ഇപ്പോൾ തന്നെ 3% താഴെ 2.8% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ ധനക്കമ്മിയിൽ നിൽക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരാണ് ഈ ധനക്കമ്മിയുടെ ഒക്കെ കാര്യം പറഞ്ഞ് കേരളത്തിൽ ഈ കടമെടുപ്പ് പരിധിക്ക് ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നത് വിഷ്ണു. അതിന്റെ ഒപ്പമാണ് ഈ കിഫ്ബിയും പെൻഷൻ ഫണ്ടും ഒക്കെ കേരളത്തിന്റെ കടത്തിൽ എഴുതി ചേർക്കുക കൂടി ചെയ്യുന്നത്. അല്ല, സംസ്ഥാനത്ത് കിഫ്ബി ഗുണം ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായി പലപ്പോഴും പല ധനകാര്യ വിദഗ്ധന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിലിവിടെ ഞങ്ങളുടെ ആ നിലപാടിൽ ഞങ്ങൾ ഇപ്പോഴും തന്നെ ഉറച്ചു നിൽക്കുന്നു. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി മാത്രമേ കാര്യങ്ങൾ ചെയ്യുന്നു അവർ നിലപാടെടുത്തുന്നു, അത് മുന്നോട്ട് പോകട്ടെ. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ അതേ സ്ഥിതിയാണോ സംസ്ഥാനത്തുള്ളത്? സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല? കേന്ദ്രം GST ഒക്കെ നടപ്പിലാക്കുമ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ 20% മുകളിലേക്ക് തനത് വരുമാനം വന്നിട്ടുണ്ട്. തനത് വരുമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കൃത്യമായി സ്റ്റേറ്റ് പറയുന്നുണ്ട്. പറയൂ, കേന്ദ്രത്തിന്റെ തനത് വരുമാനത്തിൽ എത്രമാത്രം വർധനവുണ്ടായി? കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ച തുക എത്രയാണ്? എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി? അല്ല, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കേന്ദ്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒരുമിച്ച് എങ്ങനെയാണ് തുലനം ചെയ്യപ്പെടുന്നത്? തുലനം ചെയ്യേണ്ട. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അത് കേരളത്തിൻ്റെത് അറിയാനുള്ള അവകാശം പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഇതില്ലേ? എന്റെ പ്രിയ സുഹൃത്തെ, ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക സർവേ ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ നിർമ്മലാ സീതാരാമൻ സഭയിൽ പോലും വെച്ചിട്ടില്ല എന്നങ്ങ് തുറന്ന് സമ്മതിച്ചാൽ പോരെ? അല്ല, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരു കണക്കുകളും ഒരിടത്തും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല. സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നില്ല വിഷ്ണു. അല്ല, സാമ്പത്തിക സർവേ റിപ്പോർട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തത്? സഭയിൽ നിങ്ങൾ അത് ചോദിക്കുമ്പോൾ കൃത്യമായി ധനകാര്യമന്ത്രി അവിടെ അതിനുള്ള കൃത്യമായ മറുപടി നൽകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയാ വിഷ്ണു ഈ പറയുന്നത് ബജറ്റിന് മുന്നോടിയായി അവതരിപ്പിക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ആര് ചോദിച്ചിട്ടാണ് ഓരോ വർഷവും അതാത് സർക്കാരുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്? വിഷ്ണു എന്താണ് ഈ പറയുന്നത്? ഇത്തവണ സാമ്പത്തിക സർവേ റിപ്പോർട്ട്
എവിടെ അവതരിപ്പിച്ചു, ആരവതരിപ്പിച്ചു, ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എന്ത് കണക്ക് പറഞ്ഞു? അല്ല, കേന്ദ്രത്തിൻ്റെ വരുമാനത്തെ പറ്റി സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാനത്തെ പറ്റിയും ഒരുപോലെ തുലനം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന് ഭീമമായ കടമെടുപ്പ് കൊണ്ട് കേരളം സാമ്പത്തികമായി വളരെ അടിത്തറ തകർന്നുകൊണ്ട് പോകുമ്പോൾ ഇത് പറയുമ്പോൾ കേന്ദ്രമതല്ലേ എന്ന് ചോദിക്കുന്ന ഉത്തരമില്ലാത്ത ചില മറു ചോദ്യങ്ങൾ മാത്രമാണ് വേണമല്ലോ. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നമ്മളൊക്കെയും ഈ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ വിഷ്ണു. കേരളത്തിന്റെ കടത്തെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ കടത്തെക്കുറിച്ച് പറയണ്ടേ? 156 കോടിയാണ് കേന്ദ്രത്തിന്റെ കടം. 97 ലക്ഷം കോടി കഴിഞ്ഞ തവണ മാത്രം അധികമായി വരികയാണ്. നിങ്ങളിങ്ങനെ കേരളത്തിൽ നികുതി പിരിവുണ്ടാകുന്നില്ല, തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കേന്ദ്രത്തിന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല വിഷ്ണു? അല്ല, കേന്ദ്രത്തിൽ നികുതി വരുമാനം കൂടിയിട്ടില്ലെന്ന് ആരാണ് പറഞ്ഞത്? കേന്ദ്രത്തിൽ നികുതി വരുമാനം കൃത്യമായി കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മാത്രമാണ് നികുതി വരുമാനം കൂടിയിട്ടുണ്ടോ? റവന്യൂ ഇനത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ ചെലവ്? ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് സാമ്പത്തിക സർവേയിലൂടെയാണ്. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ അതില്ല. വിഷ്ണു എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെയും പറയുന്നത്? അല്ല, കേരളത്തോട് എന്ത് ചോദ്യം ചോദിച്ചാലും കേന്ദ്രത്തിന് കടമില്ലേ, കേന്ദ്രത്തിന് വരുമാനമില്ലേ എന്നുള്ള മറു ചോദ്യം ചോദിക്കാതെ കേരളത്തിലെ വരുമാന മാർഗങ്ങളെ ഏകീകരിക്കാനോ കേരളത്തിലുള്ള നികുതികൾ പിരിച്ചെടുക്കാനോ ഒന്നും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ഇവിടെ ഒരു വികസന പ്രവർത്തനവും ചെയ്യാൻ അനുവദിക്കുന്നില്ല. നരേന്ദ്രമോദി കേരളത്തെയും ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെയും കോൺഗ്രസ് ഭരിക്കുന്ന കാലയളവിൽ മാത്രം സാമ്പത്തിക അവരെയെല്ലാം കഴുത്ത് ഞെരിക്കുന്നു എന്നുള്ള തൊടുന്യായങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ എന്തുമാത്രം അഴിമതി നടക്കുന്നു? ഇന്നിപ്പോൾ സമരം ചെയ്യാൻ പോകുമ്പോൾ കേരളത്തിന്റെ പൊതുഖജനാവിന് എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു? എന്തിന് ഈ സമരത്തിന് പോകുമ്പോൾ പോലും AKG സെന്ററിൽ നിന്ന് പണമെടുത്ത് ചെലവിടാൻ കഴിയാതെ സംസ്ഥാനത്തിന്റെ പൊതുജനത്തിന്റെ ഞാനും അസുഖയൊക്കെ കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് പോകുമ്പോൾ നഷ്ടം സംസ്ഥാന സർക്കാരിനാണ്. സമരം ചെയ്യാൻ ആർക്കു വേണ്ടി പോകുന്നതല്ല, CPM-ന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പൊതുജനത്തിന്റെ പണം ഉപയോഗിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം? അല്പമെങ്കിലും ന്യായമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും പോകുമ്പോൾ വിഷ്ണു വീണ്ടും എന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിർബന്ധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിഷ്ണു പറയൂ, വിഷ്ണുവിനൊക്കെ നമ്മുടെയൊക്കെ പൊതുപണം നികുതി ഇങ്ങനെ ചെലവാക്കുന്നതിൽ വിഷ്ണുവിന് നല്ല സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു. പൗരബോധമാണത്. അങ്ങനെയാണെങ്കിൽ GST റിട്ടേൺസ് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്ന തുകയിൽ നമ്മൾ കൊടുക്കുകയാണ് വിഷ്ണു, നമ്മൾ അറിയാതെ കൊടുക്കുകയാണ്. എന്തുകൊണ്ട് അതിൽ വിഷ്ണുവിന് രോഷമുണ്ടാകുന്നു? അല്ല, കൊടുക്കുന്ന പണമൊന്നും ആരുടെയും പോക്കറ്റിലേക്കോ അനാഥമായി ചെലവഴിക്കുകയൊന്നും അല്ലല്ലോ, കേന്ദ്രത്തിന്റെ പൊതുഖജനാവിലേക്കല്ലേ പോകുന്നത്. പക്ഷേ കേരളീയം നടത്തുമ്പോഴും അവിടെ പോയി ആട്ടിൻ സൂപ്പും അണ്ടിപ്പരിപ്പും കഴിക്കുമ്പോഴും ഈ പണമെല്ലാം വേസ്റ്റായി പോവുകയാണ്. അങ്ങനെയാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇല്ലാതായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോകുന്നത്. നവകേരള സദസ്സ് നടത്തിയത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ഉലച്ചു എന്ന് പറയുന്ന കേരളത്തിലെ BJP-യും കേന്ദ്രത്തിലെ BJP-യും കേരളത്തിലെ പ്രതിപക്ഷവും ഓർക്കേണ്ട കണക്ക് ഈ ബജറ്റിന് മുന്നോടിയായി കേരള സർക്കാർ നിയമസഭയിൽ വെച്ച സാമ്പത്തിക സർവേയാണ്. കേരളം താഴേക്ക് പോയിട്ടില്ല. ഈ പ്രതിസന്ധി കാലത്തും കേരളം പിടിച്ചു നിന്നിട്ടുണ്ട്. വളരെ നന്ദി ഡോക്ടർ ഷിജു ഖാൻ, വസന്ത തെങ്ങമ്പള്ളി, BG വിഷ്ണു ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.